ഹായ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണേ. ഞാനിപ്പം മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജൂലൈയിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. മാം പറഞ്ഞല്ലോ ഒരു മന്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജൂലൈ 1 മുതൽ ജൂലൈ ലാസ്റ്റ് വരെ ഞാൻ ട്രേഡ് ചെയ്തു. എൻ്റെ അതിൻ്റെ അകത്തു നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി മാം പറഞ്ഞ പോലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 1 മിനിറ്റിലാണ് എടുക്കുന്നത്. ഞാൻ രണ്ട് ട്രേഡ് ഒരു ദിവസം എടുക്കാറുള്ളൂ. ഒന്ന് ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും, അങ്ങനെ 2 ട്രേഡാണ് ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി വഴി ഞാൻ എടുക്കാറ്. എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ലോസ് ഇപ്പം ഒരു 30 ഡേയ്സ് എടുക്കുമ്പോഴത്തേക്കിനും ലോസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വരില്ല എന്നല്ല, ലോസ് ഉള്ള ദിവസവും ഉണ്ട്. പിന്നെ എനിക്ക് ഞാൻ പഠിച്ച ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ റിവെഞ്ച് ട്രേഡ് പോലെ റിപ്പീറ്റ് പിന്നെയും ചെയ്യും. അപ്പോൾ വീണ്ടും ലോസിലോട്ട് വരുന്ന സിറ്റുവേഷൻ വന്നു. അതെനിക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയി. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു തവണ ട്രേഡ് ലോസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു റിവെഞ്ചിലോട്ട് ട്രേഡ് ചെയ്യരുതെന്ന് എനിക്കൊരു പാഠവും കിട്ടി. ഓവറോൾ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി മാത്രം എടുത്തിട്ട് എനിക്ക് നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, ലോസും കിട്ടിയിട്ടുള്ള ദിവസമുണ്ട്. പക്ഷേ വർക്കൗട്ട് ആകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം മാം ഒത്തിരി സ്ട്രാറ്റജീസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിപ്പിച്ചു, ക്വാർട്ടർലി തിയറി പഠിപ്പിച്ചു, ഓക്കെ. പക്ഷേ ഞാൻ എല്ലാ സ്ട്രാറ്റജിയും അപ്ലൈ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൂലൈ മന്ത് എടുക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി മാത്രം 2 ട്രേഡ് എടുക്കുകയുള്ളൂ. ഒന്ന് ലണ്ടൻ സെഷനിലും ഒന്ന് ന്യൂയോർക്ക് സെഷൻ ടൈമിലും. പിന്നെ ഫ്രൈഡേയ്സ് ആദ്യം എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഫ്രൈഡേ വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല, ചിലപ്പോൾ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, അങ്ങനെ വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേയ്സ് എടുക്കാറില്ല, മൺഡേ ടു തേഴ്സ്ഡേ മാത്രം എടുത്തുള്ളൂ. ഇതുപോലും എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മന്ത് ഒരു ട്രേഡ് പോലും എടുക്കാത്ത ദിവസമില്ല, കൃത്യമായിട്ട് എടുത്തു. ഈവൻ ഫ്രൈഡേ പോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡേ എടുത്തപ്പോൾ എനിക്കത് ഫ്രൈഡേ എടുത്തിട്ട് നമ്മൾ വെറുതെ നോക്കിയിരിക്കേണ്ട കാര്യം വരുന്നുള്ള, അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് വന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു മൺഡേ ടു തേഴ്സ്ഡേ മാത്രം ട്രേഡ് എടുത്താൽ മതിയെന്ന് തീരുമാനിച്ചു. പിന്നെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ കറൻ്റ് എല്ലാം കൂടി എടുത്ത് ചെയ്ത് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. പക്ഷേ വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ ഈ ഒരു ജൂലൈ മന്ത് ഫുൾ ഞാൻ എടുത്തു. അതിൽ നിന്നുള്ള എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്.